ഏവർക്കും സ്നേഹവന്ദനം. അടുത്ത സമയത്ത് ഞാൻ വായിച്ച മനോഹരമായ ഒരു ആർട്ടിക്കിളുണ്ട്. വത്സ നെല്ലിക്കുന്നിൽ എഴുതിയിരിക്കുന്നു. എനിക്ക് വളരെ കൃത്യമായി തോന്നി. നിങ്ങളുമായിട്ട് അത് പങ്കുവെച്ചില്ലെങ്കിൽ അത് വലിയ നഷ്ടമാകും എന്ന് ഞാൻ വിചാരിക്കുകയാണ്. നമുക്കറിയാവുന്ന പോലെ ഈ അടുത്ത സമയത്തൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ദുരന്തങ്ങൾ ഭാരതത്തിൽ, പ്രത്യേകിച്ച് നിർബന്ധിത മതപരിവർത്തനം എന്നുള്ള കുറ്റാരോപണത്തെ തുടർന്ന് അകാരണമായി ചിലരെയൊക്കെ മർദ്ദിക്കുകയും ചിലരെയൊക്കെ ജയിലിൽ അടയ്ക്കുകയും ചിലർക്ക് ജാമ്യം കൊടുക്കുകയും മറ്റു പലർക്കും ജാമ്യം നിഷേധിക്കുകയും ചെയ്യുന്നൊരു സാഹചര്യം. ആ സാഹചര്യത്തിലാണ് വത്സ നെല്ലിക്കുന്നലിൻ്റെ ഈ ആർട്ടിക്കിൾ വളരെ പ്രചോദനം തോന്നുന്നത്. അവർ പറയുന്നത്, ഞാൻ ജനിച്ചത് ഹിന്ദുവായിട്ടായിരിക്കാം, എന്നാൽ ഞാൻ മരിക്കുന്നത് ഹിന്ദുവായിട്ടായിരിക്കില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിച്ച് ലക്ഷക്കണക്കിന് ദളിതരുമൊത്ത് 1956 ഒക്ടോബർ 14 ബുദ്ധമതത്തിലേക്ക് മതം മാറിയത് ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി ഡോക്ടർ BR അംബേദ്കറാണ്. ഒരു ദളിതനായി ജനിച്ച, ബ്രിട്ടനിലെയും അമേരിക്കയിലെയും പ്രസിദ്ധമായ യൂണിവേഴ്സിറ്റികളിൽ പഠിച്ച, ഇന്ത്യയിലെ സാമൂഹ്യ രാഷ്ട്രീയ രംഗത്ത് നിറഞ്ഞു നിന്ന സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ നിയമമന്ത്രിയായ ഡോക്ടർ അംബേദ്കറെ ആരാണ് മതം മാറ്റിയത്? ഇന്ത്യൻ ഭരണഘടനയിൽ ആർട്ടിക്കിൾ 17 അൺടച്ചബിലിറ്റി അബോളിസ്റ്റ്, അസ്പൃശ്യത നിരോധനം എഴുതി ചേർക്കാൻ കൊണ്ട് അദ്ദേഹത്തെ പ്രേരിപ്പിച്ചത് എന്താണ്? ഛത്തീസ്ഗഡ്, ഉത്തർപ്രദേശ്, മധ്യപ്രദേശ്, ബീഹാർ, ജാർഖണ്ഡ് പോലുള്ള സംസ്ഥാനങ്ങളിലെ ആദിവാസികൾ, ദളിതർ, മറ്റ് പിന്നോക്കാവസ്ഥയിലുള്ളവർ ഇപ്പോഴും മതം മാറുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ്? നിർബന്ധിത മതമാറ്റം എന്ന കുറ്റം ചുമത്തി രണ്ട് മലയാളികളായ ബഹുമാനപ്പെട്ട സന്യസ്തരെ ജയിലിലടച്ച വാർത്തയ്ക്ക് കീഴേ വന്ന് മതം മാറ്റിയിട്ടല്ലേ എന്ന് കമൻ്റിട്ട് ന്യായീകരിക്കുന്ന കേരളത്തിലെ സംഘീയ മിത്രങ്ങളെ, പണ്ട് കേരളത്തിലും ഇപ്പോൾ നോർത്ത് ഇന്ത്യയിലും മറ്റും ദളിതരും ആദിവാസികളും മറ്റും കീഴാള ജനതയും മതം മാറുന്നുണ്ടെങ്കിൽ അതിന് കാരണം നിങ്ങളുടെ മതമാണ്. ആ മതത്തിനുള്ളിലെ ചീഞ്ഞളിഞ്ഞ ജാതി വ്യവസ്ഥയാണ് അത് പറയുന്നത്. വത്സ എന്ന് പറയുന്ന സഹോദരി തന്നെയാണ്. ആദിവാസികളെയും ദളിതരെയും മനുഷ്യനെന്ന പരിഗണന പോലും നൽകാതെ, പൊതുവഴികളിൽ നടക്കാൻ അനുവദിക്കാതെ, പൊതുകിണറുകളിലെ ജലം ഉപയോഗിക്കാൻ അനുവദിക്കാതെ, അതിഭീകരമായ അടിച്ചമർത്തലുകളുമായി, ജാതി വിവേചനവുമായി, പുഴുക്കൾക്ക് തുല്യമായി ചവിട്ടി അരയ്ക്കപ്പെടുന്നവർക്ക് ഇടയിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന, അവർക്ക് ആഹാരവും വസ്ത്രവും ചികിത്സയും നൽകാൻ ആശുപത്രികളും വിദ്യാഭ്യാസത്തിനുള്ള സ്കൂളുകളും ചെറുകിട തൊഴിൽ പരിശീലനങ്ങളും നൽകി അവരുടെ ജീവിത നിലവാരം ഉയർത്താൻ അവർക്കിടയിൽ പ്രവർത്തിക്കുന്ന ക്രൈസ്തവ മിഷണറിമാർക്ക് ആ പാവങ്ങൾ ദൈവതുല്യ സ്ഥാനം കൽപ്പിച്ചു കൊടുത്തു. ഇന്നലെ വരെ തങ്ങൾ പ്രവേശിച്ചാൽ അശുദ്ധമാകുന്ന സ്ഥലങ്ങൾ, അടുത്തിയെന്നാൽ അശുദ്ധരാകുന്ന ദൈവങ്ങൾ കണ്ടുമടുത്ത അവർ തങ്ങൾക്ക് ഭയം കൂടാതെ ആരാധിക്കാനും ഐത്തമില്ലാതെ ദൈവത്തെ സ്തുതിക്കുവാനും ചേർത്ത് നിർത്തുന്നതിനുമായ ഒരു മതത്തിലേക്ക് അവർ മാറിയാൽ ആരെയാണ് കുറ്റപ്പെടുത്തേണ്ടത്? ഈ നൂറ്റാണ്ടിലും ചാതുർവർണ്ണയത്തിൻ്റെ പിടിയിൽ നിന്നും മോചനം കിട്ടാത്ത ബ്രാഹ്മണ്യത്തിൻ്റെ മേൽക്കോയ്മ സ്വപ്നം കാണുന്ന, തൊട്ടുകൂടാത്തവർ, തീണ്ടിക്കൂടാത്തവർ, ദൃഷ്ടിയിൽപ്പെട്ടാലും ദോഷമുള്ളവർ എന്ന് നിങ്ങൾ മാറ്റി നിർത്തുന്ന ആദിവാസികളും ദളിതരും മറ്റ് കീഴാള ജാതികളും അവർക്കിടയിലേക്ക് അന്നമായും വസ്ത്രമായും മരുന്നായും സ്വാതന്ത്ര്യമായും അറിവായും കടന്നു ചെല്ലുന്ന ക്രൈസ്തവ മിഷണറിമാരെ അവർ സ്വീകരിക്കുന്നുണ്ടെങ്കിൽ, അവരുടെ മതത്തെ അവർ അംഗീകരിക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണം ആ പാവങ്ങൾ കയറിയാൽ അശുദ്ധമാകുന്ന പള്ളികളും ആരാധിച്ചാൽ അശുദ്ധമാകുന്ന ദൈവവും അല്ല എന്ന് ഉള്ള അവരുടെ ഒരു തിരിച്ചറിവാണ്. ആ തിരിച്ചറിവ് നിങ്ങൾക്കെന്നാണ് ഉണ്ടാകുക? ക്രൈസ്തവ മിഷണറിമാർ നടത്തുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൂടെ പഠിച്ച് ആത്മവിശ്വാസത്തോടെ ജോലി നേടി സാമ്പത്തികമായും സാംസ്കാരികമായും വളർന്നാൽ എന്നും അടിമകളായിക്കൊണ്ട് നടക്കാമെന്ന് മേൽജാതിക്കാരുടെ മോഹങ്ങൾ നടക്കില്ല എന്ന തിരിച്ചറിവാണ് ഇപ്പോൾ ഈ ക്രൈസ്തവ മിഷണറിമാർക്കെതിരെ തിരിയാൻ ഇവരെ പ്രേരിപ്പിക്കുന്ന വികാരം. കീഴാളർ എന്നും കീഴാളറായി, ജന്മികളുടെ അടിമകളായി, ബ്രാഹ്മണരുടെ പാദസേവ ചെയ്ത് ജീവിക്കുക എന്നതാണ് അവരുടെ ആവശ്യം. അതിനവർ ഇറക്കുന്ന കാർഡാണ് നിർബന്ധിത മതപരിവർത്തനം എന്ന പച്ച നുണ. ഇന്ത്യയിൽ മാത്രമല്ല, ലോകം മുഴുവനും ദരിദ്രരും രോഗികളും പാർശ്വവൽക്കരിക്കപ്പെട്ടവരുമായ ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കുന്നവരാണ് ക്രൈസ്തവ മിഷണറിമാർ. ആശുപത്രികൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ആതുരാലയങ്ങൾ, അനാഥാലയങ്ങൾ, ചെറുകിട സംരംഭങ്ങൾ തുടങ്ങിയവയിലൂടെ ദാരിദ്ര്യം അനുഭവിക്കുന്നവരുടെ ജീവിത നിലവാരം ഉയർത്താനും അവരെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് എത്തിക്കുവാനും ശ്രമിക്കുന്നവരാണ് ഈ പറഞ്ഞതായിട്ടുള്ള സന്യസ്തരായിട്ടുള്ള ഞങ്ങളുടെ സിസ്റ്റേഴ്സും അച്ഛന്മാരും എല്ലാ ക്രിസ്ത്യൻ മിഷണറി പ്രവർത്തകരും. കേരളം ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് സാമ്പത്തികമായും വിദ്യാഭ്യാസത്തിലും ആരോഗ്യത്തിലും ഒക്കെ മുൻപന്തിയിൽ നിൽക്കുന്നുണ്ടെങ്കിൽ അതിനൊക്കെ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചത് കേരളത്തിലെ ക്രൈസ്തവ സഭയുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ആശുപത്രികളും ആതുര സേവന മേഖലയിൽ അവർ മുന്നിട്ടിറങ്ങിയതുമൊക്കെ തന്നെയാണ്.
ഇന്ന് ചാനലുകളിൽ ഇരുന്ന് സഭയ്ക്കെതിരെ ഗർജിക്കുന്നവരോട് ഒരു ചോദ്യം. ക്രൈസ്തവ സഭയുടെ പ്രവർത്തന ഫലം അഥവാ വിദ്യാഭ്യാസം, ആരോഗ്യം, തൊഴിൽ അതനുഭവിക്കാത്ത ഒരു വ്യക്തിയെങ്കിലും, ഇല്ലാത്ത ഒരു കുടുംബമെങ്കിലും ഈ കേരളത്തിൽ ഉണ്ടോ? ഒരു ഈഴോ പൂജാരി പൂജ നടത്തുന്നത് സഹിക്കാൻ കഴിയാതെ സങ്കടിതമായി അയാളെ പുകച്ച് പുറത്ത് ചാടിച്ചവരാണ് സാംസ്കാരിക കേരളത്തിലെ സംഘീയ മിത്രങ്ങൾ എന്ന് വത്സ പറയുന്നു. കേരളത്തിലെ ജാതീയ അതിക്രമങ്ങൾക്കെതിരെ മിഷണറിമാർ പകർന്നു നൽകിയ ധീരതയോടെ മാതൃ പിന്തുടർന്ന് പ്രവർത്തിച്ച ശ്രീനാരായണ ഗുരുജിയും അയ്യങ്കാളി, കേളപ്പൻ, ചട്ടമ്പി സ്വാമികൾ മുതലായ ചട്ടമ്പി സ്വാമികൾ, ടി കെ മാധവൻ, പി ആർ രാമൻ തുടങ്ങിയവർ പൊരുതി നേടിയ സ്വാതന്ത്ര്യത്തിൻ്റെ തിണ്ണമിടുക്കിൽ ഇരുന്നു കൊണ്ട് പ്രിയപ്പെട്ട സെൻകുമാർ സാറും അതുപോലെ ടി ജി മോഹൻദാസ് സാറും ഒക്കെ മിഷണറിമാർ സ്കൂളുകളും ആശുപത്രികളും അനാഥാലയങ്ങളും ഒക്കെ നടത്തുന്നത് മതം മാറ്റാനാണ് എന്ന് തള്ളിമറിക്കുന്നത് കേൾക്കുമ്പോൾ, അല്ലയോ മഹാനുഭാവ, ഇവിടുത്തെ ദളിതരിൽ ഒരാളെ നിങ്ങളുടെ സ്വീകരണ മുറിയിൽ ഇരുത്തി ഭക്ഷണം വിളമ്പിക്കൊടുക്കാൻ നിങ്ങൾ എത്ര പേർ തയ്യാറാകും എന്ന് ആരെങ്കിലും ചോദിച്ചാൽ നിങ്ങൾക്കൊക്കെ എന്ത് മറുപടി ഉണ്ടാകും? ദളിതനായ തച്ചൻ കൊത്തിയുണ്ടാക്കിയ പ്രതിമകൾക്ക് ദൈവമാകാം. അതിനുശേഷം അവൻ അതിൽ തൊട്ടാൽ അത് അശുദ്ധമാകും. നിങ്ങൾക്ക് ലഭിച്ച വിദ്യാഭ്യാസവും ജീവിത സാഹചര്യങ്ങളിൽ ലഭിക്കാൻ ഇന്ത്യയിലെ ഓരോ ദളിതർക്കും ആദിവാസികൾക്കും അവകാശമുണ്ട് സാർ. സെൻസാറെ, നിങ്ങളെപ്പോലെ തന്നെ അവകാശമുള്ളവരാണ് ഇവിടുത്തെ ദളിതരും അതുപോലെ തന്നെ നിങ്ങൾ അകറ്റി നിർത്തിയിരിക്കുന്ന കാട്ടുമക്കൾ എന്നൊക്കെ വിളിക്കുന്നതായിട്ടുള്ള വനവാസികളുമൊക്കെ. നിങ്ങൾ എത്ര തരം താഴ്ത്തിയാലും അവരെ ഓരോരുത്തരെയും കൈപിടിച്ചുയർത്താൻ സഹായിക്കുന്ന ദയയുടെയും സ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും ആയിരം കൈത്താങ്ങുകൾ ഉയർന്നു വരും. കാരണം ക്രൈസ്തവർ ആരാധിക്കുന്നത് അഗതികളിൽ അയിത്തവും അശുദ്ധവും കാണുന്ന ദൈവത്തെ അല്ല, പകരം നിന്റെ ഈ എളിയ സഹോദരന്മാരിൽ ഒരുവന് നീ ചെയ്തതെല്ലാം എനിക്കാണ് ചെയ്യുന്നതെന്ന് പഠിപ്പിച്ച യേശു കർത്താവിനെയാണ്. അന്തസ്സോടെയും ആത്മവിശ്വാസത്തോടെയും അടിമകളല്ലാതെ ജീവിക്കാൻ സാധിക്കുന്ന ഏത് മതവും സ്വീകരിക്കാൻ ഇന്ത്യയിലെ ഓരോ പൗരനും അവകാശം നൽകുന്നതാണ് ഇന്ത്യൻ ഭരണഘടനയിലെ ആർട്ടിക്കിൾ 25. ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കുവാനും ആചാരങ്ങൾ അനുഷ്ഠിക്കാനും പ്രചരിപ്പിക്കുവാനും അത് അനുവാദം നൽകുന്നുണ്ട്. കൂട്ടം ചേർന്ന് ഓരിയിട്ടും കളവുകൾ പറഞ്ഞും ചെയ്യാത്ത കുറ്റങ്ങൾ ആരോപിച്ചും ഭയപ്പെടുത്തി ഒരു സമൂഹത്തെ മുഴുവൻ നിശബ്ദരാക്കാമെന്ന മോഹം ഫാസിസ്റ്റ് ഭരണകൂടം മനസ്സിലങ്ങ് വെച്ചേക്കുക. അവനവന് കഴിയാത്തത് മറ്റുള്ളവർ ചെയ്യുന്നത് കണ്ട് അസൂയ മൂത്ത് സംഘപരിവാരങ്ങൾ സ്വയം നന്നാവുക. ക്രിസ്തീയ സ്ഥാപനങ്ങളിൽ പഠിച്ചവരെയും ജോലി ചെയ്യുന്നവരെയും ഒക്കെ മതം മാറ്റിയിരുന്നുവെങ്കിൽ ഇപ്പോൾ കേരളത്തിൽ ഭൂരിപക്ഷവും ക്രിസ്ത്യാനികളാകുമായിരുന്നില്ലേ എന്ന് ഓർമ്മിക്കുക. അല്ല, ബ്രിട്ടീഷുകാരൊന്ന് മനസ്സ് വെച്ചിരുന്നെങ്കിൽ, അവരൊന്ന് വിചാരിച്ചിരുന്നെങ്കിൽ ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വലിയ ക്രൈസ്തവ രാജ്യമാകുകയില്ലായിരുന്നോ? പാൽപ്പൊടിയും മെയ്സ് പൊടിയും നൽകി മതം മാറ്റിയ ചരിത്രം വിളമ്പുന്ന കേരളത്തിലെ കുലപുരുഷ സ്ത്രീകളെ നിങ്ങൾ മണ്ണിൽ കുഴികുത്തി കഞ്ഞി വിളമ്പിയ ചരിത്രം ഇന്നാട്ടിലെ ദളിതരും അവർണരും മറന്നിട്ടില്ല. ഇതെഴുതിയിരിക്കുന്നത് വത്സ നെല്ലിക്കുന്നേലാണ്. എനിക്ക് വളരെ സ്പർശനീയമായി തോന്നിയതുകൊണ്ടാണ് നിങ്ങളുമായിട്ട് പങ്കുവെച്ചത്. ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും മറ്റുള്ളവരുമായിട്ട് നിങ്ങൾ പങ്കുവെക്കുക, ഫോർവേഡ് ചെയ്യുക. അതോടൊപ്പം തന്നെ ലൈക്ക് ചെയ്യുവാനും ബെൽ ബട്ടൺ അമർത്തുവാനും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് എന്ന അഭ്യർത്ഥനയോടെ നിങ്ങളുടെ സ്വന്തം തേക്കടിലച്ചൻ.